ഇപ്പൊ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇപ്പോൾ ഒരു 4 കിലോ പെല്ലറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് വെക്കുന്നത്. അതിനെ നിങ്ങൾ ചുരുക്കിയിട്ട് ഒരു 1/2 കിലോ പെല്ലറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇത് ഏറ്റവും വില കുറവാണ്. പശു ക്ഷീണിക്കാതിരിക്കുന്ന ഇത്രയും കറവയുള്ള പശുക്കൾ ക്ഷീണമില്ലാതെ നിൽക്കുന്നത് നമ്മുടെ തീറ്റന്റെ ഒരു ഇതാണ്. നമ്മൾ പല തീറ്റകളും പരീക്ഷിച്ചിട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് വന്നിരിക്കുന്നത് തന്നെ. 4ഉം 5ഉം പശു വെച്ചിരുന്ന് അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് വന്നിട്ടാണ് ഇന്ന് ഈ 100 പശുവിൽ നിൽക്കുന്നത് തന്നെ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞ കൂട്ടിക്കൊണ്ടിരിക്കുന്നു? ലാഭകരമല്ലെങ്കിൽ പറഞ്ഞാൽ കൂട്ടാൻ പറ്റുമോ? ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ 800 to 850 ലിറ്റർ പാല് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നുണ്ട്. ഇതിൽ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇരുന്നതിനവിടെ നമുക്ക് ഇതിൽ വരുന്ന സമയത്ത് ഒരു 40% പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചിലവ് കുറയാം. 40% കുറവാണ്. ഈ വരുന്ന സംഭവം ഇത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 12 രൂപ വരുള്ളൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്ന 2 വെളുത്ത പാനീയങ്ങൾ, ഒന്ന് പാലും മറ്റൊന്ന് കള്ളും. ഇത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയിലെത്തിയിരിക്കുന്ന നമ്മുടെ പാലക്കാടൻ ജില്ലയാണ്. അങ്ങനെ പാലക്കാടൻ ജില്ലയിൽ നിരവധി ഫാമുകളുണ്ട്, അടിപൊളി ഡയറി ഫാമുകൾ. നമ്മൾ ആ കാഴ്ചകൾ, ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുവാൻ വേണ്ടിയിട്ടാണ് മകരക്കൊയ്ത്തിൻ്റെ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. ഒരു തകർപ്പൻ ഡയറി ഫാമാണ് പാലക്കാട്ടുള്ള ഒരു ഡയറി ഫാം. ഒരു യുവ കർഷകൻ നടത്തുന്ന ഡയറി ഫാമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ പുറകിൽ കാണുന്നതാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അക്ഷയാണ്. അക്ഷയുടെ ഫാമാണ്. ഹായ് അക്ഷയ്, ഹൗ ആർ യു? ഓക്കെ, അക്ഷയ് എന്ത് ഫീൽഡായിരുന്നു? ഞാൻ വന്നിട്ട് സിനിമ ഫീൽഡിലായിരുന്നു, ചെന്നൈയിലായിരുന്നു. അതെ. ഇപ്പൊ ചെന്നൈ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതാണ് കർഷകനാണ്. കൃഷിയിലേക്ക്. അതെ, കൃഷിയിലേക്ക്. എന്താണ് കൃഷിയിലേക്ക് വരാൻ കാരണം? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ അത് വന്നിട്ട് വേറൊരു ജീവിതമായിരുന്നു. പക്ഷെ നമ്മൾക്ക് ചെറുപ്പം തൊട്ടേ ഉള്ള ആഗ്രഹമാണ് ഇങ്ങനെ ഫാമിലിക്ക് ഉണ്ടാകണം എന്നുള്ളത്. ചെറുപ്പത്തിൽ വീട്ടിൽ 1 പശു 2 പശു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ തൊട്ട് അങ്ങനെ കർഷക ഫാമിലി ആയിരുന്നു. അതെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നല്ല വരുമാനം വരുന്നുണ്ട്. കൃത്യമായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വന്നിട്ട് നല്ല രീതിയിൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് എത്ര പശുക്കളുണ്ട് ഇപ്പൊ നിങ്ങൾ? ഇപ്പൊ ഇവിടെ ഒരു 100 പശു ഉണ്ട്. ഒരു കറവ പശു മാത്രം ഒരു 65-70 ഉണ്ടാവും. മൊത്തം കിടാക്കളും എല്ലാം ചേർത്തിട്ട് ഒരു 100 പശു ഉണ്ട്. HF ഉണ്ട്, ജേഴ്സി, എല്ലാം ശങ്കരെണ്ണം പശുവാണ്. എല്ലാം ഉണ്ട്. ഇത് എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല, ഇത് എവിടെയാണെന്നുള്ളത്? ഇത് വന്നിട്ട് പാലക്കാട് ജില്ലയില് കൊഴിഞ്ഞാമ്പാറ പറഞ്ഞ സ്ഥലത്താണ് അതെ നമ്മുടെ ഫാം ഉള്ളത്. ഓക്കെ, അതായത് നമ്മുടെ പൊള്ളാച്ചിന്ന് നിയറസ്റ്റ് ആണ്. എനിക്കൊന്ന് ബൗണ്ടറി ആണ്. അതെ. പൊള്ളാച്ചിന്ന് നിയറസ്റ്റ് ആണ്, അതുപോലെ കോയമ്പത്തൂർ നിയറസ്റ്റ് ആണ്. ഇതിന് എല്ലാവരുടെ സെന്റർ ആണ് പാലക്കാടിന്റെ. പക്ഷെ ഇവ എന്താ ഈ HF കൂടാതെ നമ്മൾ ക്രോസ് തന്നെ ചെയ്യാന്ന് വെക്കുന്നത്? അത് ഇപ്പൊ HF മാത്രം പറയുമ്പോൾ നമ്മുടെ ക്ലൈമറ്റ് പാലക്കാടാണ്. നിങ്ങൾക്ക് അറിയാലോ, കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയിട്ടുള്ള സ്ഥലം ഇപ്പൊ നമ്മുടെ അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് HF മാത്രം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ ഇത് സൂട്ടബിൾ ആവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ HF ഉണ്ട്, ജേഴ്സി ഉണ്ട്, പിന്നെ ശങ്കരനം പശുക്കൾ, ക്രോസ് ബ്രീഡ്സ് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ക്ലൈമറ്റിന് അതാണ് കറക്റ്റ്. ചെറുപ്പം തൊട്ടേ ചെയ്യുന്നുണ്ട്. 1 പശു 2 പശു എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ജനിച്ചപ്പോ തൊട്ടേ വീട്ടിൽ 1 പശു 2 പശു ഉണ്ട്. പിന്നെ നമ്മളൊരു ചെറിയ രീതിക്ക് ഒരു 10 പശു വെച്ച് തുടങ്ങിയതാണ്. പിന്നെ ഈ ഒരു സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 10-20 പശു. പിന്നെ അതിന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെ 100 പശുക്കളിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ പരിപാലനം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമൊക്കെ വന്നിട്ട് ഫുൾ നമ്മൾ പെല്ലറ്റിലൂടെയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഫുൾ പെല്ലറ്റ് കൊടുക്കും, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറിനെ വിളിക്കും, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിൽ പോകാൻ മനസ്സിലായി നമുക്ക് പെല്ലറ്റ് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ തീറ്റ ചെലവ് കറക്റ്റ് ആവണില്ല. തീറ്റ ചെലവ് അങ്ങനെ പറയാൻ കാരണം പെല്ലറ്റിന്റെ വില ദിവസം കൂടി വരികയാണ്. പിന്നെ പെല്ലറ്റ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാടുകൾ ക്ഷീണിക്കുന്ന പ്രശ്നം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ പശുക്കളെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, അങ്ങനെ ഉള്ളതൊന്നും ഉണ്ടല്ലോ. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പശുക്കളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മളെ തീറ്റ ക്രമത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഇപ്പൊ പെല്ലറ്റ് കഴിച്ച് ശീലിച്ച് വന്നതുകൊണ്ട് ഒരു 20% 30% ഉപയോഗിച്ചാൽ മതി. ബാക്കി 70% ഇപ്പൊ നമ്മുടെ ഈ തീറ്റ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പശു ആരോഗ്യത്തോടെ ഇരിക്കും. നമ്മുടെ തീറ്റ നിങ്ങൾ ഏത് തീറ്റ കൊടുക്കുന്നത്? ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പൊ ഇതിൽ വന്നിട്ട് ധാന്യങ്ങളുടെ മിക്സ് ആണ്. ഇതിൽ കപ്പയുണ്ട്, പിന്നെ അതല്ലാതെ ധാന്യങ്ങളുടെ മിക്സ് ഉണ്ട് ഇതിൽ. പിന്നെ എല്ലാം ഇപ്പൊ നമ്മുടെ ഇപ്പൊ ധാന്യങ്ങളുടെ മിക്സ് തന്നെയാണ്. പെല്ലറ്റിൽ എന്ത് കിട്ടുന്നോ അത് നമുക്ക് ഓർഗാനിക് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ അതാണ് ഇതിന്റെ ഇപ്പൊ ഇതില് പച്ചപ്പയറുണ്ട്, പച്ചപ്പയര്, തുവരം പൊട്ട്, ഉഴുന്നുമാവിന്റെ പൊട്ട്. ഉഴുന്നുമാവൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് പശുവിന്. പിന്നെ ചോളത്തിന്റെ മാവ്, ചോളത്തിന്റെ പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, പിന്നെ അങ്ങനെയുള്ള മിനറൽസ്, പിന്നെ സോയാ പൊട്ട്, കടല പിണ്ണാക്ക്, ഇങ്ങനെയുള്ള എല്ലാത്തിന്റെ ഒരു മിക്സ് ആണിത്. കാൽസ്യം, മിനറൽസ് എല്ലാം. കൊടുക്കുന്ന പശുക്കൾക്ക് ഇപ്പൊ നമ്മളിത് എങ്ങനെയാ വെച്ചാൽ രാവിലെയും വൈകിട്ടും 2 നേരം കൊടുക്കുന്നത് കൊടുക്കും. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം എത്ര പെല്ലറ്റ് കൊടുത്തോണ്ടെന്ന് അതിനെ പകുതി ആക്കിയിട്ട് ഇപ്പൊ രാവിലെ ഒരു 3 കിലോ വെച്ചിട്ടാ 3 കിലോ വെച്ച് കൊടുക്കും. അങ്ങനെ വന്നിട്ട് ഇതും കൂടെ, പിന്നെ കപ്പയുണ്ട് നമ്മുടെ കയ്യിൽ, കപ്പ, അതിന് ബിയർ വേസ്റ്റ്, അതിന്റെ മിക്സും ഉണ്ട്. അങ്ങനെ അതെ, അതും നമ്മുടെ തന്നെയാണ്. അതും നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ ഇതും കൂടെ കൊടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ തീറ്റന്റെ ചെലവ് വളരെ ചുരുങ്ങും. എത്ര ശതമാനം നമുക്ക് കൊണ്ട് ചുരുക്കാൻ പറ്റും? ഇപ്പൊ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇപ്പൊ ഒരു 4 കിലോ പെല്ലറ്റ് ഒക്കെ കൊടുത്തോണ്ടിരുന്നതാണ് വെക്കുന്നത്. അതിനെ നിങ്ങൾ ചുരുക്കിയിട്ട് ഒരു 1/2 കിലോ പെല്ലറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇത് ഏറ്റവും വില കുറവാണ്, പിന്നെ നാച്ചുറലും ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന പിടിക്കുന്ന, അങ്ങനത്തെ ചെന പിടിക്കാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമേ ഇതിലുണ്ടാവില്ല.
നാച്ചുറൽ ആയതുകൊണ്ട് പശുക്കൾ നല്ല ആരോഗ്യം ആരോഗ്യം ഉണ്ടാവും. പെല്ലറ്റ് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ചെനപ്പിടിക്കുന്ന പ്രശ്നം എല്ലാവർക്കും ഈ കുളമ്പ് രോഗം അങ്ങനെയുള്ളതൊക്കെ ഓരോരോ കാലക്രമേണ വരും. എല്ലാ ഫാമുകളിലെ പ്രശ്നം പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അവിടെ ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ല. കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചെന പിടിക്കും. 4 ഈറ്റ് 5 ഈറ്റിലേക്കൊക്കെ പോകാനുള്ള കാരണം അതാണ്. ചില ഫാമിലൊക്കെ നോക്കിയാൽ 3 ഈറ്റ് കഴിഞ്ഞാൽ 4ാമത്തെ ഈറ്റിൽ തന്നെ ഇതാവുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. 3 കിലോ വെച്ച് 2 നേരം കൊടുക്കും, അത് ഒരു നേരം ഒരു 3 കിലോ. അതിപ്പോ നമ്മൾ എങ്ങനെ കറവയ്ക്ക് അനുസരിച്ചിട്ടാണ് തീറ്റ ക്രമീകരണം നമ്മൾ ചെയ്യാം. പശു എത്രയാണോ കറക്കണത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിന് തീറ്റ കൊടുക്കും. കൂടുതൽ കറക്കണ പശുവിന് കൂടുതൽ, അങ്ങനെയാണ്. അല്ലാണ്ട് എല്ലാത്തിനും ഒരേപോലെ ഇതാക്കുന്നില്ല. പശുക്കളുടെ ഹെൽത്ത് മാത്രമല്ലാതെ നമുക്ക് പാലുൽപാദനത്തിൽ വർധനമുണ്ടോ? അത് പാലുൽപാദനത്തിൽ വർധനമുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിലെല്ലാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള തീറ്റ തന്നെയാണ് നമ്മുടെ ഉള്ളത്. ഒരു 20% വരയ്ക്ക് പ്രോട്ടീൻ ഉള്ള ധാന്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ചേർത്തുന്നത്. അതുകൊണ്ട് വന്നിട്ട് വളരെ നല്ല റിസൾട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നമുക്കിപ്പം പശുക്കൾക്ക് ആവശ്യമുള്ള ഇതെല്ലാം നമുക്ക് പ്രോട്ടീൻസും എല്ലാം നമുക്ക് പ്രോട്ടീൻസും ഫൈബേഴ്സും കാൽഷ്യം ഫാറ്റ് ഇതെല്ലാം കറക്റ്റായ അളവിലുണ്ടാവും. അതിന്റെ റൂമിന്റെ pH ലെവൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ആസിഡിറ്റി ഒന്നും വരാതെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള തീറ്റ തന്നെയാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത് മാത്രം നമ്മളിപ്പോ ചെയ്യുന്നുള്ളൂ തീറ്റയില്? അതെ, ഇപ്പൊ നമ്മൾ ഇത് മാത്രം തന്നെയാണ് കൊടുക്കുന്നത്. പെല്ലറ്റിനെ ഏറ്റവും കുറച്ചിട്ട് നമ്മുടെ ഇപ്പൊ ധാന്യ മിക്സും പിന്നെ നമ്മുടെ കപ്പയുടെ മിക്സ് ഒന്നുണ്ട്, അതും ഇതും കൂടെ കൊടുക്കണം. അപ്പൊ ഒരു 20% പെല്ലറ്റ് കൊടുത്താൽ മതി. പെല്ലറ്റ് നമ്മൾ ആദ്യം എടുത്തുകൊണ്ടിരുന്ന 100 ഇപ്പൊ ഇത്രയും പശുക്കൾക്കൊക്കെ എടുക്കുന്ന ബാഗിന്ന് നമ്മളിപ്പോ 20% അത് എടുക്കുന്നുള്ളൂ. അത് സബ്സിഡി ഉള്ളത് കൊണ്ട് അത് എടുക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അത് കൊടുക്കും. നല്ലോണം സേവ് ചെയ്യുന്നു. അതെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ. എല്ലാവർക്കും ഇപ്പൊ ഫാമില് ഏത് ഫാമിൽ ചോദിച്ചാലും തീറ്റ ചെലവ് പ്രശ്നം. ശരി, തീറ്റ ചെലവ് പാലിന് അതനുസരിച്ച് വില വർദ്ധിക്കുന്നു. അതെ, ഭയങ്കരമായിട്ടും പാലിന് വില കൂടുന്ന പറയുമ്പോൾ ഇതും കൂടണം. അപ്പൊ നമ്മൾ തന്നെ ചെയ്തതാണ്, നമ്മളായിട്ട് നാടൻ രീതിക്ക് ചെയ്തതാണ്. പിന്നെ ഇവിടെയുള്ള കർഷകർക്കൊക്കെ കുറെ പേർക്ക് കൊടുത്തു. അവര് നല്ല റിസൾട്ട് പറഞ്ഞു, നന്നായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് നമ്മൾ വന്നിട്ട് ഓക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് പുറത്തും ഇപ്പൊ കൊടുക്കാൻ തുടങ്ങിയത്. അതെ, വൈക്കോൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളവിടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ വൈക്കോലിന്റെ സീസൺ ആണ് സമയത്ത് കുറച്ച് നമ്മൾ എടുത്തു വെക്കും, ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് അമ്മയാണ്. അതെ, ഇത് അച്ഛനാണ്. അതെ, ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടെയാണ് പോയി ഫാമും ഒക്കെ നോക്കി നടത്തുന്നത്. അതെ. ഇവര് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ നോക്കിയിട്ട് തന്നെയാണല്ലോ അങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ വന്നിട്ട് ഇപ്പൊ എല്ലാ പശുക്കളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി നടത്തുന്നത് അമ്മയാണ്. അതെ, ഇതിന്റെ എല്ലാ മേൽനോട്ടം എല്ലാ അച്ഛനും അങ്ങനെ എല്ലാവരും കൂടെ ചെയ്യണതാണ്. ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ജനിക്കുന്ന കിടാങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 10-25 ഉള്ളത്. അത് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുത്തിവെക്കുന്നതിൽ ചിലത് ജേഴ്സി ഇനത്തിൽ പെടും, ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ HF ഇനത്തിൽ പെടും, ചിലത് ക്രോസ് ആയിരിക്കും. അങ്ങനെ വരും. പക്ഷെ ഇവിടെ തന്നെ പ്രസവിച്ച് വരുന്ന കിടാങ്ങള് പാൽ കറവയിൽ കൂടുതൽ കിട്ടും. അതെ, പെട്ടെന്ന് അസുഖങ്ങൾ വരില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നതുകൊണ്ട്. മറ്റത് അങ്ങനെയല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ പുറമേ നിന്ന് വാങ്ങിക്കുന്നത് അവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ക്ലൈമറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന തന്നെ അത് പരിപാലിച്ചു കൊണ്ടുവരുന്നത്. അതാണ് ഈ കാണുന്നത്. ഇത് അങ്ങേ കാണുന്നുണ്ടല്ലോ, അതേപോലെ അപ്പുറത്തെ ഷെഡിലുണ്ട്. അപ്പൊ നമുക്ക് ഒരു പശുവിനെ എത്ര കാലം നിർത്തും നമ്മുടെ ഫാമില്? അങ്ങനെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് 7 വർഷമായ പശു ഉണ്ട്, ഇവിടെ നിന്ന് കന്നി പ്രസവമായിട്ടുള്ളതുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കും. നമുക്ക് വേറെ 6-7 പ്രസവം വരയ്ക്കൊക്കെ നമ്മൾ നിൽക്കും പരമാവധി. പശു ക്ഷീണിക്കാതിരിക്കുന്ന ഇത്രയും കറവയുള്ള പശുക്കൾ ക്ഷീണമില്ലാതെ നിൽക്കുന്നത് നമ്മുടെ തീറ്റിന്റെ ഒരു ഇതാണ്. നമ്മൾ പല തീറ്റകളും പരീക്ഷിച്ചിട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് വന്നിരിക്കുന്നത് തന്നെ. നമ്മൾ ആദ്യകാലത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും പെല്ലറ്റ് മാത്രം കൊടുത്ത് ഫാം നമ്മളെ കൂടെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്ന് അതിനുശേഷം നമ്മൾ മാറ്റിയിട്ടാണ് ചിന്തിച്ചിട്ടാണ് പറഞ്ഞാൽ ഈ തീറ്റക്രമങ്ങൾ മാറ്റി ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾ അവിടെ കാണുന്നുണ്ടല്ലോ, ആ പൈനാപ്പിൾ ലീഫ് ഇങ്ങനെയൊക്കെ അഥവാ വില കുറഞ്ഞ രീതിയിൽ കിട്ടി നല്ല പോലെ ഇതിന് പറഞ്ഞാൽ പോഷകമായിട്ടുള്ള ഇത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയറിൻ്റെ കാരണം തന്നെ തീറ്റ ചെലവും പശുവിൻ്റെ പരിപാലനങ്ങൾ പറഞ്ഞാൽ കറക്റ്റ് അല്ലാതെ അസുഖങ്ങളും എല്ലാം വരുന്നതുകൊണ്ടാണ്. അതിന് നല്ല രീതിക്കുള്ള തീറ്റയും ഇത് കൊടുക്കുകയാണെങ്കിൽ പാലുൽപാദനവും കറക്റ്റായിരിക്കും, പശുക്കൾക്കും ക്ഷീണമില്ലാതിരിക്കും. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യപ്പൊടി, ഇതിൻ്റെ അകത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കപ്പപ്പൊടി, ഇത് വെറ്റ് ഐറ്റമാണ്, അത് ഡ്രൈ ഐറ്റം, ഇങ്ങനെയെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഈ വെറ്റ് ഐറ്റം വരുമ്പോൾ നമുക്ക് ചിലവ് കുറവാണ്. കാരണം ഈ കപ്പപ്പൊടി, ബീർ വേസ്റ്റ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ വരുമ്പോൾ അതിൽ പ്രോട്ടീൻ, കാൽസ്യം, ഇത് പറഞ്ഞ ഫൈബർ കണ്ടൻറ്റ് ഇതെല്ലാം നല്ല രീതിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും ചിലവ് കുറവാണ്. നമ്മൾ മാക്സിമം ചിലവ് കുറച്ചും കൊണ്ട് നല്ല രീതിക്ക് ചെയ്യാനുള്ളതാണ് നമ്മൾ ഈ ഫാം ചെയ്തുകൊണ്ട് പോകുന്നത് തന്നെ. ഇപ്പൊ ബിയർ വേസ്റ്റ് എന്ന് പറയുന്നത് മിക്ക ഫാമുകളിലും എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ഈ ബിയർ വേസ്റ്റിനകത്ത് അവർ ആ സത്ത് മുഴുവൻ എടുത്തിട്ടാണല്ലോ ബിയർ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്താണ് അത് വന്നിട്ട് അത് ഉണ്ടാക്കുന്നത് തന്നെ ഈ ബിയർ വേസ്റ്റ് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആൽക്കഹോളിക് ഇതാണെന്ന്. അതല്ല, അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ബാർലി, പച്ചരി, വെല്ലം പറഞ്ഞ ശർക്കര, ഇതെല്ലാം ചേർന്ന് അവർ ആ സ്റ്റീമിലിട്ട് എടുത്തിട്ടാണ്
അതിൻ്റെ എസൻസ് ആണ് അതിൻ്റെ പോകുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇത് എൻറിച്ച് ആയി കഴിഞ്ഞു. അപ്പോൾ അതിൽ പ്രോട്ടീൻ റിച്ച് ആയി കഴിഞ്ഞു. ഒരു 20 to 24% വരയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഉള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീർ വേസ്റ്റ് പറയുന്ന സംഭവം. അതേമാതിരി ഈ കപ്പപ്പൊടി പറയുന്ന സാധനത്തിൽ നല്ല രീതിയിൽ കാൽസ്യം കണ്ടന്റ് ഉണ്ട്. ഗ്ലൂക്കോസ് എടുത്ത് വരുന്ന ചോളമുണ്ട്. അപ്പോൾ അതിൻ്റെത് ഈ ഡ്രൈയിലും വരുമ്പോൾ നമ്മളിപ്പോൾ പെല്ലറ്റ് കൊടുക്കുന്നതിൽ എത്രയാണോ പ്രോട്ടീൻ കിട്ടുന്നത് അത്രയും പ്രോട്ടീൻ കണ്ടന്റ് ഇതിൽ വരും. കാരണം അതില്ല നമ്മൾ ആഡ് ചെയ്യുന്ന ഐറ്റങ്ങൾ അങ്ങനെയാണ്. ഈ ചെറുധാന്യം എന്ന് പറയും, പ്ലസ് അതിൻ്റെ കൂടെ ഇരിക്കുന്ന അസ്ക്, ഇതെല്ലാം ചേർന്ന് വരുന്ന സമയത്ത് അതൊരു നല്ല കോമ്പിനേഷനിൽ വരും. അങ്ങനെ വരുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കൾക്ക് പറഞ്ഞാൽ ക്ഷീണം കുറയാനും പാലുൽപാദനം കൂടാനും പശു ക്ഷീണിക്കാതിരിക്കാൻ നമ്മൾ വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യുന്നില്ല. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ പെല്ലറ്റിലൊക്കെ പറഞ്ഞാൽ നമുക്ക് യൂറിയ കണ്ടന്റ് എല്ലാം കൂടുതൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പശു ക്ഷീണിക്കുക. ഇതൊന്നുമില്ലാണ്ട് നാച്ചുറൽ ഫുഡായി ഇത് കൊടുക്കുന്ന സമയത്ത് അത്രയും ചിലവ് കുറവാണ്, അതേ പാലുണ്ടാവുകയും ചെയ്യും. പുറത്തു പോയി കാണുന്നതാണ് ഒരുപാട് ഫാമുകൾ പൂട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ കാരണം അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ചെറുപ്പകാലം മുതൽ 4-5 പശു വെച്ചിരുന്ന് അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് വന്നിട്ടാണ് ഇന്ന് ഈ 100 പശുവിൽ നിൽക്കുന്നത് തന്നെ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞ കൂട്ടിക്കൊണ്ടിരിക്കുന്നു? ലാഭകരം അല്ലെങ്കിൽ പറഞ്ഞാൽ കൂട്ടാൻ പറ്റുമോ? അളവ് അനുസരിച്ചും കൊണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ വയറ് നിറയെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ മാക്സിമം നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഡോക്ടർ ചിലവോ വേറെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു പശുവിൽ നിന്ന് ശരാശരി നമുക്ക് എത്ര ലിറ്റർ പാലുണ്ട്? ഇത് ഇപ്പോൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്ന HF പശു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 നേരം ചേർന്ന് പറഞ്ഞാൽ 25 ലിറ്റർ 28 ലിറ്റർ ആവറേജ് ഉണ്ട്. അതെ. പിന്നെ ഇത് പറഞ്ഞത് ഇപ്പൊ ഈ ഇങ്ങനെ ഇരിക്കുന്ന ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആകെ പറഞ്ഞ 20 ലിറ്റർ കറക്കും 2 നേരം ചേർന്ന്. ഇതിൽ വേറെ കുറെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് വാങ്ങിച്ചതുണ്ട്. അങ്ങനെ വരുന്നതാണ് പറഞ്ഞാൽ അത് ഇവിടെ വന്ന് നമ്മുടെ തീറ്റയുമായിട്ട് അഡോപ്റ്റ് ആയി വരുമ്പോൾ എങ്ങനെ ഒരു 15 ദിവസം 20 ദിവസം എടുക്കും, ഒരു മാസം. നമ്മുടെ തീറ്റയ്ക്ക് അഡോപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ പ്രോബ്ലങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ എവിടെ നിന്ന് പശുക്കളെ മേടിക്കുന്നത് കൂടുതലായിട്ട്? നമ്മൾ കൂടുതലും ഈ പൊള്ളാച്ചി ഏരിയ ലോക്കൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞ ലോങ്ങിൽ പോയി എടുക്കില്ല. അവിടുത്തെ ക്ലൈമറ്റ് നമ്മുടെ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ട് നമ്മൾ മാക്സിമം ഈ പൊള്ളാച്ചി ഏരിയ തന്നെ. കാരണം ഇത് തമിഴ്നാട് ബോർഡറിന് അടുത്തുള്ള ഏരിയ ആണല്ലോ. ഇവിടെ ഇഷ്ടംപോലെ പശുക്കളും. അതെ അതെ. നമുക്കിപ്പോൾ കറവ പശുക്കൾ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? നമുക്ക് ഇതിലൊരു 65 കറവ ഉണ്ടാവും. ഒരു 20 എണ്ണത്തിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചെനയുണ്ട്. ദിവസം എത്ര ശരാശരി പാൽ? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ 800 to 850 ലിറ്റർ പാല് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നുണ്ട്. അപ്പൊ തീറ്റ ചെലവ് നിങ്ങൾക്ക് എത്ര ശതമാനം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്? അതില് പറഞ്ഞ നമ്മൾ നേരത്തെ ഇരുന്നതിനവിടെ നമുക്ക് ഇതിൽ വരുന്ന സമയത്ത് ഒരു 40% പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ചെലവ് കുറയാം. 40% കുറവാണ്. ഇപ്പൊ നമ്മൾ 1 കിലോ പെല്ലറ്റ് എടുത്ത് കൊടുക്കണം പറഞ്ഞാൽ ഇന്നത്തെ റേറ്റിൽ പറഞ്ഞാൽ 33 രൂപ വരും. നമ്മൾ 5 കിലോ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു നേരത്തേക്ക് 5 കിലോ to 6 കിലോ കൊടുക്കണം. അപ്പൊ എന്തായി അതിൻ്റെ വന്ന ഇതേ ഇത് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞാൽ നമ്മുടെ ഈ ഇത് വരുന്നുണ്ട് ഈ കപ്പപ്പടി ഇങ്ങനെ ഈ വരുന്ന സംഭവം ഇത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് 12 രൂപ വരുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇതും നമ്മുടെ ധാന്യപ്പൊടിയും ഇത് കലർന്ന് വരുമ്പോ ആവറേജ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇതൊരു 24 രൂപ വരുന്നുണ്ട്. ധാന്യപ്പൊടി 24 രൂപ വരുന്നുണ്ട് ഇവിടുത്തെ റേറ്റ്. അപ്പൊ അതൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 12. അപ്പൊ നിങ്ങൾക്ക് ആവറേജ് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തായി 1 കിലോന്റെ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗണ്യമായി കുറഞ്ഞ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയാണത്. അതേപോലെ തന്നെ നമ്മൾ വേറുള്ള അടുത്ത് പറഞ്ഞ സൈലേജ് വേറെ കൊടുക്കുമ്പോൾ അത് 10 രൂപ 12 രൂപ വരുന്നുണ്ട്. അതിന് പകരം നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ പൈനാപ്പിൾ ലീഫ് ഇത് പറഞ്ഞാൽ അതിൽ ഫൈബർ കണ്ടന്റ് ജാസ്തിയാണ്. അത് നമുക്ക് ഇവിടെ വന്നിട്ട് 3 രൂപയ്ക്ക് കിട്ടും. നിങ്ങളുടെ നാട്ടിലൊക്കെയാണ് പറഞ്ഞാൽ അത് ഇന്നും വില കുറവായിരിക്കും. നമ്മുടെ നാട്ടിലാണല്ലോ ഇതുള്ളത്. അതെ. അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഇവിടെ വരുമ്പോൾ അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചെലവ് നോക്കുന്നത്. എന്തറിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പോയി ഒരു തട്ടുകടയിൽ പോയി ഒരു ദോശ കഴിച്ചാൽ എത്ര രൂപ കൊടുക്കും? 10 രൂപ കൊടുക്കും. അതേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ പോയിട്ട് പറഞ്ഞാൽ അതേ ദോശക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 30 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കും. ഇതേ സ്റ്റാർ ഹോട്ടലിൽ പോയാൽ അതിന് പിന്നെ 100 രൂപ. ആ ഇരിക്കുന്ന കണ്ടന്റ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ് ഇതിന് പശുവിന് വയറ് നിറച്ച് കൊടുക്കും വേണം, ചെലവ് കുറയും വേണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫാമിംഗ് വന്നിട്ട് നല്ല ലാഭകരം. ഇപ്പൊ നമ്മുടെ ചുറ്റും ഫാമിന് ചുറ്റും പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതേതാ ചെയ്യുന്നത്? അതെ സൂപ്പർ നേപ്പിയർ തന്നെയാണ് ചെയ്യുന്നത്. കൃത്യമായ അളവിൽ നമുക്ക് പച്ചപ്പുല്ലിന്റെ അളവും ധാന്യത്തിന്റെ അളവും കൂടെ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഡൈജഷൻ കറക്റ്റ് തന്നെയാണ്. കാരണം നമ്മുടെ കയ്യിൽ വന്നിട്ട് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ നല്ല നല്ല സപ്ലിമെന്റുകളുണ്ട്. കറക്റ്റ് എല്ലാം ഇമ്പോർട്ടഡ് സപ്ലിമെന്റ് ഉള്ളതുകൊണ്ട് പിന്നെ ഫൈബർ റിച്ച് ആയതുകൊണ്ടും കൃത്യമായിട്ടുള്ള ഡൈജഷൻ ഉണ്ട്. TDN പറയും കറക്റ്റ് ആയിട്ടുള്ള എത്ര ഡൈജഷൻ ആകണമെന്നുള്ള ന്യൂട്രീഷൻ വാല്യൂ ആണ്. അത് കൃത്യമായിട്ട് ഇതിലുള്ളതുകൊണ്ട് ഈ തീറ്റ കൊടുക്കണമെങ്കിൽ ഇപ്പൊ ഇതിന്റെ ചാണകം കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല മുറുകിയ ചാണകങ്ങളാണ് വരുന്നത്. പുല്ലന്നേരം ഇതിന്റെ കൂടെ കൊടുക്കും. പുല്ലും ഇപ്പൊ നമ്മള് ദിവസം വെട്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. സൂപ്പർ നേപ്പിയർ വെട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിനും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കും. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് കണ്ടില്ലേ? രണ്ടും കൂടെ മിക്സ് ആക്കി 2 നേരം കൊടുക്കും. അതെ 2 നേരം വെച്ച് ഇതിന് കൊടുക്കും. അതെ കാരണം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീൻ ഫോഡേഴ്സ് പശുവിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് മുടക്കാൻ പറ്റില്ല. അതും നമ്മുടെ ധാന്യം മിക്സും കൂടെ ചേരുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫലം കിട്ടുക. ഇതാണോ നമ്മുടെ തീറ്റ? അതെ ഇതാണ് നമ്മുടെ തീറ്റ ധാന്യ സുപ്രീം. ധാന്യ സുപ്രീം. അതെ ഇതാണ് ഇപ്പൊ നമ്മൾ സ്വയമായിട്ട് വികസിപ്പിച്ചെടുത്ത
തീറ്റ നമ്മുടെ ഫാമിന് വേണ്ടി വികസിപ്പിച്ചെടുത്തു. ഇപ്പൊ കേരളം ഫുള്ളായിട്ട് പോകുന്നുണ്ട് നമ്മുടെ തീറ്റ. ഇത് നിങ്ങൾ അങ്ങനെ സപ്ലൈ ഉണ്ട്? അതെ അതെ, കേരളം ഫുള്ളായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എത്ര നിങ്ങൾ ഇതിന്റെ റേറ്റ് എങ്ങനെ വരുന്നത്? ഇപ്പൊ റേറ്റ് ഇത് വന്നിട്ട് ഇപ്പൊ 40 കിലോ ബാഗ് ഇവിടെ 960 രൂപയ്ക്കാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ വരുന്ന സമയത്ത് എല്ലാവർക്കും തിരുവനന്തപുരം വരേക്കും നമ്മളിത് സാധനം പോയി എത്തുന്നത്. നിങ്ങൾ എവിടെ സപ്ലൈ ചെയ്യും? അത് എല്ലാവരുടെയും സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സപ്ലൈ കേരളം ഫുള്ളും പോകുന്നുണ്ട്. എല്ലാ 10 ദിവസം കൂടുമ്പോഴും നമ്മൾ പോയി ഫാമിൽ ഇറക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതിന്റെ ഇത് നിർമ്മിക്കുന്നതോടൊന്ന് കാണിച്ചു തരാം? തീർച്ചയായിട്ടും, അത് നമ്മുടെ അപ്പുറത്തുണ്ട്. ഇവിടെ യൂണിറ്റ് അവിടെ തന്നെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ്. വന്നു കഴിഞ്ഞാൽ നമ്മളത് കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ ആക്ച്വലി നമ്മുടെ തന്നെയാണ് കൃഷി സ്ഥലമല്ല? അതെ അതെ, ഇതെല്ലാം നമ്മുടെ സ്ഥലം തന്നെയാണ്. നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാട്ടോ, അടിപൊളി. നോക്കിയേ, അതുകൊണ്ടാണ് ഇതെല്ലാം കളഞ്ഞ് ഇങ്ങനെ ഇവിടെ കൂടിയത് അല്ലേ? അതെ, അത് ഇവിടെ വരുമ്പോ നമുക്കൊരു ആശ്വാസമാണ്. വേറെ ഒന്നുമില്ല, കമ്പ്യൂട്ടർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടതില്ല. സത്യം ഭയങ്കര രസമാണ്. നോക്കി, ഞാൻ ഈ സ്ഥലമെല്ലാം കാണിച്ചു തരാം നിങ്ങളെ. ഇതുണ്ട്, എന്തൊരു അടിപൊളിയാണ്. നീ കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലേ നമ്മുടെ കൂടെ? അതെ അതെ, നമുക്കിപ്പോ ഇത് ചെയ്തു തരാൻ വേണ്ടി 2 ഫാമിലീസ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിന് നടുക്ക് ഫാം അല്ലേ? അതെ അതെ അതെ. തേങ്ങ നിങ്ങൾ ഇതായിട്ട് കൊടുക്കുക? അതെ, ഇപ്പൊ നമ്മൾ കരിക്കാണ് വെട്ടിയിരിക്കുന്നത്. കരിക്കായിട്ട്? അതെ, കരിക്കായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, തേങ്ങയായിട്ടും കൊടുക്കും, പക്ഷെ നമ്മൾ മാക്സിമം ഇപ്പൊ കരിക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. പാലക്കാടൻ കരിക്ക്. അതെ അതെ, പാലക്കാടൻ കരിക്ക്. ഇതാണ് നമ്മുടെ മിക്സിംഗ് യൂണിറ്റ്. അതെ, നമ്മളവിടെ കാണിച്ചില്ല തീറ്റ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഗോപാലൂരാണ്. ഗോപാലൂർ പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മള് ഇതിന്റെ മിക്സിംഗ് യൂണിറ്റ് ഉള്ളത്. പിന്നെ അതല്ലാതെ ഇപ്പൊ ഈ തീറ്റ ഇപ്പൊ ആരെങ്കിലും എടുത്തിട്ട് ഓരോ കൃഷിയിലേക്ക് എത്തിച്ചു കൊടുക്കണം, അങ്ങനെ പണ്ട് ചില സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഡീലർഷിപ്പ് ഇതിനിപ്പോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതും ചെയ്തു കൊടുക്കുന്നതാണ്. നമുക്ക് കൃഷിക്ക് ഒരു ബിസിനസ് കൂടെ ചെയ്യാം. അതെ അതെ അതെ. ഇപ്പൊ കർഷകരാണ്, ഇപ്പൊ ഒരു 3-4 ഫാം നമുക്ക് ഒരുമിച്ച് അറിയാൻ പറ്റും, നമുക്ക് പരിചയത്തിലുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ഇപ്പൊ ഒരു ലോഡ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇറക്കി കൊടുക്കാൻ പറ്റുമല്ലോ. ചെറിയ ചെറിയ കർഷകർ ഇപ്പൊ 2 പശു 5 പശു ഒക്കെ വെച്ചിട്ടുള്ളവർക്ക് ഒരു ലോഡ് എടുത്തിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കൂട്ടത്തിൽ ഇപ്പൊ ഒരു ചിലവർക്ക് എല്ലാ ഫാം പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകേണ്ടത് എല്ലാവർക്കും കൊണ്ടുപോയിട്ട് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ഇതും കൂടെ കിട്ടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് ഐറ്റം. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പപ്പൊടി, ബീർ വേസ്റ്റ്, മക്കാച്ചോളം, ഉപ്പ്, മഞ്ഞൾ, അങ്ങനെയുള്ള ഐറ്റങ്ങൾ കലർന്ന തീറ്റയാണ് പറഞ്ഞത്. ഇത് വില കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ പറഞ്ഞാൽ ഒരു ബാഗ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റ് വന്നിട്ട് പറഞ്ഞാൽ 400 രൂപ വരുന്നുണ്ട്. 40 കിലോ 10 രൂപ വരുന്നുണ്ടോ? അതെ, ഞാൻ പറഞ്ഞ മാതിരി പറഞ്ഞു കഴിഞ്ഞാൽ ബീർ വേസ്റ്റ് എന്ന് പറയുന്നതിൽ പറഞ്ഞാൽ 20 to 24% പ്രോട്ടീൻ വരുന്നുണ്ട്. കപ്പയിൽ കാൽസ്യം വരുന്നുണ്ട്. ഈ മക്കാച്ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസും ഫൈബർ റിച്ചും ആണത്. പിന്നെ ഉപ്പ് മഞ്ഞൾ പറയുന്നത് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കാണ്. ഇതാണ്ട, ഇത് ആൻറ്റിബയോട്ടിക്കിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അങ്ങനെ നാടനായിട്ടുള്ള ഒരു ഇതാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ നല്ല ഒരു ഫാമും അവിടുത്തെ തീറ്റ വിശേഷങ്ങളും, തീറ്റ എങ്ങനെ ഏറ്റവും ചെലവ് ചുരുക്കി കർഷകർക്ക് ചെയ്യാമെന്നുള്ള വിശേഷങ്ങളുമാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പതുക്കെ ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്. അപ്പം എന്തായാലും എനിക്ക് ആ ഫാം കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദി, സന്തോഷം. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ഇനിയും ഞാൻ വരാം. തീർച്ചയായും നമ്മൾ ഇന്നും പശുക്കൾ ഇതാക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഓക്കെ, എനിക്ക് ആ തെങ്ങിൻ്റെ കൂടെ ഒന്ന് ചെയ്യണം. ഉറപ്പായിട്ടും. അതെ അതെ, ഇളനീരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും കൃഷിയെ ഇഷ്ടപ്പെട്ട് കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയ ഒരു യുവ കർഷകനെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ട്. അദ്ദേഹം മറ്റ് ഫീൽഡുകളൊക്കെ മറ്റൊന്ന് വെച്ച് കൃഷിയിൽ തന്നെ സജീവമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായൊരു ബിസിനസ്സും അദ്ദേഹം അതിലൂടെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവെച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലം വിടവാങ്ങുന്നു. ജോബിംഗ് അമാണി സൈനിങ് ഓഫ് ഫ്രം മകരക്കുയ്ത്ത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.